ഹലോ എവരിവൺ. CUT ICAR വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ഡൗട്ടാണ് IARI ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്. സോ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആകെ IRI എന്ന് കേട്ടിട്ടുള്ളത് നമ്മൾ 12th ബയോളജിയിൽ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ബയോഗ്യാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ KVIC മോഡൽ ആൻഡ് IARI എന്ന് കേട്ടിട്ടുണ്ട്. യെസ്, അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് IARI കുറിച്ച് കേൾക്കുന്നത്. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതാണ് IARI. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും അപെക്സ് എന്ന് പറയുന്നത്, ഏറ്റവും ഉന്നതമായിട്ടിരിക്കുന്നത് പറയുന്നത് IARI ഡൽഹി തന്നെയാണ്. സോ ഇതിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഈ IRI ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേറെയും ഒരുപാടുണ്ട്. ലൈക്ക് ജാർഖണ്ഡ് ഉണ്ട്, ലക്നൗ ഉണ്ട്, ആസാം ഉണ്ട്. ഇവിടെ എല്ലാം ഇവർക്ക് സബ് ക്യാമ്പസുകളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, IARI ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം തന്നെ PG ആൻഡ് PhDക്ക് വേണ്ടി, അതായത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PG PhDക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ സീറ്റുകളെല്ലാം തന്നെ മാറ്റി വെച്ചിരുന്നത്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം തൊട്ട് ഇവിടെ UG കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് നമ്മുടെ UG മക്കൾക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ IRI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക, എന്തിനാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണോ MBBSന് എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്, അതുപോലെയാണ് അഗ്രികൾച്ചറൽ ഫീൽഡിൽ IARI എന്ന് പറയുന്നത്. അപ്പോൾ IRI ഡൽഹി തന്നെയാണ് ഇത് ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ബാക്കിയൊന്നും മോശമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലാ തരത്തിലും, അതായത് നമ്മുടെ ലെക്ചർഷിപ്പ് നോക്കിയാലും, അക്കാഡമിക്സ് നോക്കിയാലും, അതിൻ്റെ ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ നോക്കിയാലും ഒക്കെ IRI ഡൽഹി തന്നെയാണ്. നമ്മളൊക്കെ UG പഠിക്കുന്ന സമയത്ത് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് IRI ഡൽഹി എന്ന് പറയുന്നത്. നമുക്ക് ICARന്റെ തൊട്ടടുത്താണ് ആക്ച്വലി IRIയും ഇരിക്കുന്നത്. അപ്പോൾ ഈ IRI ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് പണ്ടുള്ള എൻട്രൻസുകൾ ഇപ്പോൾ AIEEE ഒന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CUT എൻട്രൻസ് വഴിയാണ്. ഇപ്പോൾ CUTയിൽ നിങ്ങൾ ICAR എന്ന് പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് യൂണിവേഴ്സിറ്റി നെയിമിൽ കൊടുത്തിട്ടുണ്ടാകണം. അതിൽ നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ ഒന്നുകിൽ PCB ഓർ ABC ഓർ PCM ഇതിലേതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഏതിൽ ജോയിൻ ചെയ്യാം? നമ്മുടെ ഈ പറയുന്ന ICARന്റെ കീഴിൽ വരുന്ന IARI ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എത്ര പെർസെൻറ്റൈൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എബവ് ഒരു 95 എങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് IRI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യത്തെ 1-2 റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അതിൽ തന്നെ IRI ഡൽഹി വേണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ചുകൂടി കടുക്കും. ഒരു 98-99 പെർസെൻറ്റൈലെങ്കിലും നിങ്ങൾക്ക് വേണം, എങ്കിലേ IRI ഡൽഹിയിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് തോന്നുന്ന മറ്റൊരു ഡൗട്ടാണ് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. മക്കളെ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലോ ബഡ്ജറ്റ് നമുക്ക് പറയാം, ഏറ്റവും ലോ ഫീസ് സ്ട്രക്ചർ ആണ് ഡൽഹിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു 10K 20K ഈ ഒരു റേഞ്ചിലായിരിക്കും സെമസ്റ്റർ ഫീസ് വരുന്നത്. നമ്മുടെ ഒരു ഹോസ്റ്റൽ ഫീസ് എടുത്താലും ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും. കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 10K നിങ്ങൾ അടയ്ക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ 4 ഇയേഴ്സ് നിങ്ങളുടെ ഇത് കഴിയുന്ന സമയത്ത്, കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. സോ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സ് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ICAR റാങ്കിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി റാങ്കിങ് അവർ ഓരോ വർഷവും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NDRI കണ്ണാലാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പക്ഷേ അവിടെ BTech മാത്രമേ ഉള്ളൂ, BSc അഗ്രികൾച്ചർ അവിടെ ഇല്ല. സോ സെക്കൻഡിൽ നിൽക്കുന്നതാണ് ICAR ന്യൂഡൽഹി എന്ന് പറയുന്നത്, അതായത് IARI ന്യൂഡൽഹി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ BSc അഗ്രികൾച്ചർ ഉണ്ട്. അപ്പോൾ BSc അഗ്രികൾച്ചർ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ IRI ഡൽഹി തന്നെയാണ്. അപ്പോൾ മറ്റ് ക്യാമ്പസുകളും നല്ല അതേ ഫെസിലിറ്റീസ് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം സബ് ക്യാമ്പസുകളായിട്ടാണ് വരുന്നത്. മെയിൻ ക്യാമ്പസ് ന്യൂഡൽഹി തന്നെയായിരിക്കും. ഇനി നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 or 3 persons പെർ റൂമാണ് അവർ അലൗ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ UGക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട് അലൗ ചെയ്തിട്ടുണ്ട്. ഇനി പുറത്തും നിങ്ങൾക്ക് അക്കോമഡേഷൻ അവൈലബിൾ ആണ്. പക്ഷേ എപ്പോഴും നമ്മൾ കോഴ്സ് പഠിക്കുമ്പോൾ വിത്തിൻ ദി ക്യാമ്പസ് തന്നെ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വലിയൊരു ലൈബ്രറിയാണ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെ നിങ്ങൾക്ക് ലൈബ്രറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ മെസ്സ്, കഫറ്റീരിയ. മെസ്സിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ വെജ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, വെജും നോൺ വെജും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ രീതിയിലും ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് IRI ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈസി ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫ്യൂച്ചർ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിന് ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ ഏറ്റവും
ടോപ്പായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ലെക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫസേഴ്സ് ആണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പഠനത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദി ടോപ്പ് ലെവലായിരിക്കും. അതുപോലെ തന്നെ അവിടെ എല്ലാ പ്രാവശ്യവും നടക്കുന്ന കുറേ സെമിനാർസ്, അതുപോലെ തന്നെ കുറേ മീറ്റപ്സ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള അഗ്രികൾച്ചറിന്റെ എന്താ പറയുക റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് CUT ക്രാക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ മികച്ച രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക, ഏറ്റവും നല്ല പെർസെൻറ്റേജ് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും IRI ഡൽഹിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.